ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗോൾഡ് ആൻഡ് ഗോബ്ലിൻസ് ഞാൻ ഓൾറെഡി കളിച്ച ഗെയിമാണ്. ഓൾമോസ്റ്റ് ഒരു 4 വർഷത്തോളമായി ഈ ഗെയിം കളിക്കുന്നത്. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസിയാണ്, കളിക്കാൻ ഈസിയാണ്. ജസ്റ്റ് പാടൊന്നുമില്ല, എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ളൊരു കളിയാണ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നല്ല ടൈമാണ് ഈ ഗെയിം കളിക്കാനായിട്ട്. നല്ല ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്കൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഈ ഗെയിം കളിച്ച് തീർക്കാൻ പറ്റും. ആഡ്സ് കണ്ട് അതൊക്കെ കണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് കളിച്ചെടുക്കാൻ പറ്റും. അല്ലാതെ കളിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഈസി വേസ് ഒന്നുമില്ല. നോർമലായിട്ട് ആഡ്സൊക്കെ കണ്ടിട്ട് നമുക്ക് ടൈം സ്കിപ്പ് ചെയ്ത് കളിക്കാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് തന്നെ നോക്കുക, E32 ഈ സ്റ്റോൺ ഇവിടെ പൊട്ടിക്കാനായിട്ട് നമുക്ക് 3 ഡേ ടൈമാണ് വേണ്ടത്. അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഗോബ്ലിൻസ്, ഇതാണ് നമ്മുടെ ഗോബ്ലിൻസ്. ഈ ഗോബ്ലിൻസിൻ്റെ ലെവൽ വെച്ചിട്ടനുസരിച്ചിരിക്കും. ഈ ഗോബ്ലിൻസ് 12 പകരം ഒരു 18 ആണെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ കൊണ്ട് പൊട്ടിച്ചു. ഈസിയാണ്, പക്ഷേ ടൈം എടുക്കും. ഞാൻ സാധാരണ ഗെയിം കളിക്കുന്ന പോലെ പെട്ടെന്ന് ഈസി ആയിട്ട് അടുത്ത് സ്കിപ്പ് ചെയ്ത് ലെവലിലേക്ക് പോകില്ല. എല്ലാം ക്ലിയർ ചെയ്തിട്ട്, എല്ലാ സ്റ്റോൺസും ക്ലിയർ ചെയ്തിട്ട് പോകും. ഈസി ആയിട്ട് പോകാൻ പറ്റും. നമ്മുടെ ഡയറക്റ്റ് ഈ വാളിനെ നേരിട്ട് നമുക്ക് തകർത്തിട്ടായിരിക്കും പോകാൻ പറ്റും. പക്ഷെ അതിലൊരു ത്രില്ലില്ല. അതുകൊണ്ട് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പോകും. ഇതിൻ്റെ കളി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 81 ലെവലായി, 156 ലെവലോളം ഉണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഓരോ സ്റ്റോൺ പൊട്ടിക്കുക, അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഡയമണ്ട്സ് അല്ലാന്നുണ്ടെങ്കിൽ പോയിൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഗോൾഡൊക്കെ യൂസ് ചെയ്തിട്ട് ഇവിടെ കാണുന്ന മൈൻഡ്സുകൾ അപ്ഗ്രേഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് പോയിൻറ്റും കൂടും. അതേപോലെ ലെവൽ കൂടിക്കൊണ്ടേയിരിക്കും. നല്ല ടൈമുള്ളവർക്കുള്ളതാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബോറടിച്ചൊക്കെ ഇരിക്കുന്നവർക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരം കളിച്ചിരിക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 6 മിനിറ്റ് കൊണ്ട് ഈ സ്റ്റോൺ കട്ടായി പോകും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അടുത്ത സ്റ്റോണിലേക്ക് കട്ട് ചെയ്ത് പോകും. നമുക്ക് അതേപോലെ പുതിയ വർക്കേഴ്സായിട്ട് ഗോബ്ലിൻസിനെ ഇറക്കുകയും ചെയ്യാം. ആഡ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെവൽ 14 ആയിട്ടുള്ള ഗോബ്ലിനെ കിട്ടുകയും ചെയ്യും. നമുക്ക് വർക്കേഴ്സായിട്ട് നോർമലി കളിക്കുന്ന പോലെ തന്നെ കളിച്ച് ഇങ്ങനെ ജോയിൻ ചെയ്ത് കളിക്കാവുന്നു. കുറേ ടൈം സ്കിപ്പ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാനധികം യൂസ് ചെയ്യാറില്ല. ഒരു 6 മിനിറ്റിൻ്റെ ഇത് ഓപ്പണായി. ഇപ്പോൾ അടുത്തതാണ് വന്നിരിക്കുന്നത്. കമ്പൈൻ ചെയ്താണ് നമ്മൾ മെയിനായിട്ട് ഇത് കളിക്കുന്നത്. കമ്പൈൻ ചെയ്ത് കൂട്ടി വേണം ഓരോ ലെവൽ മുന്നേറുന്നത്. ഇതിപ്പോൾ 7 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഈ 33 പറഞ്ഞിട്ടുള്ള സ്റ്റോൺ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ 18ാമത്തെ വർക്കർ ഈ ഓട്ടോമാറ്റിക്കലി തന്നെ 32ാമത്തെ വാളിലേക്ക് പോകും. വാൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമ്മൾ മൂവ്മെൻറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന വർക്കേഴ്സ് ഓട്ടോമാറ്റിക്കലി പോയിട്ട് അടുത്ത സ്റ്റോൺസ് ഒന്നും പൊട്ടിക്കില്ല. നമ്മൾ തന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് വയ്ക്കണം. അതിൻ്റെ നിയർ ബൈ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിക്കുള്ളൂ. അപ്പോൾ സമയം എടുക്കും. ക്ഷമ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കളിക്കാവുന്ന ഒരു ഗെയിമാണ്. സജസ്റ്റ് ചെയ്യുന്നു ഞാൻ എല്ലാവർക്കും, ടൈമുള്ളവർക്കും. ഈ സെയിൽസിലും അവിടെ ഒക്കെ പുറത്ത് പോയി വർക്ക് ചെയ്യുന്നവർക്കൊക്കെ സമയം ഉണ്ടാകും. കുറച്ച് നേരം ഗ്യാപ്പൊക്കെ കിട്ടുമ്പോൾ ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് മൈൻഡ് റിലീഫിംഗ് ആയിട്ട് കളിക്കും. ഓൾമോസ്റ്റ് ഒരു 81 ലെവലെത്തിക്കാനായിട്ട് എനിക്ക് ഓൾമോസ്റ്റ് 2 to 3 വർഷങ്ങളിൽ എത്തിച്ച്. അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഗെയിം കളിച്ചിട്ടൊരു ഗ്യാപ്പ് എടുത്തിരുന്നു. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗെയിമിൻ്റെ രണ്ടാമത് ഡൗൺലോഡ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തത്. ഞാൻ ഇതിൻ്റെ ഈ ഗെയിമിൻ്റെ ലിങ്കും അതേപോലെ iOS-ൻ്റെയും ആൻഡ്രോയിഡിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ആവശ്യമുള്ളവർ ഡൗൺലോഡ് ചെയ്തത്. ഗോൾഡ് ആൻഡ് ഗോബ്ലിൻസ് എന്നാണ് ഗെയിമിൻ്റെ പേര്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.